നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ടിയം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിക്വിഡ് ETF കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ETF ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ലിക്വിഡ് കേസ് അതുപോലെ തന്നെ ലിക്വിഡ് ബീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും നല്ല ലിക്വിഡ് ETF എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് ETF ആണ് നമുക്ക് അനുയോജ്യം എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കമ്പാരിസണും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ETF എന്ന് പറയുമ്പോൾ തന്നെ അത് ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫിക്സ്ഡ് ആയിട്ട് അപ്രോക്സിമേറ്റ് ഫിക്സ്ഡ് റേറ്റ് ഒരു FD പോലെയാണത് പെർഫോം ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഒരു 7%, 6% അല്ലെങ്കിൽ 8% ഇങ്ങനെ ഒരു മൂവ്മെൻറ്റാണ് കൃത്യമായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഇതിനെ ബാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ട്രഷറി ബില്ലിൻ്റെ അകത്തോട്ടൊക്കെയാണ്, അങ്ങനെയുള്ള ഓവർനൈറ്റ് ഫണ്ട്, ട്രഷറി ബില്ല് ഇതിൻ്റെ അകത്തൊക്കെയാണ് ഡെപ്റ്റായിട്ടുള്ള അസറ്റുകളിലാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണമുണ്ട്, ലിക്വിഡ് കേസ്, ലിക്വിഡ് ബീസ്. ലിക്വിഡ് കേസ് എന്ന് പറയുന്നത് സെറോദ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞാൽ നിപ്പോൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഒരു ETF. ഇനി ഇതിൻ്റെ അകത്ത് തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ ഈ കാണുന്ന ബ്ലാക്ക് ലൈൻ ലിക്വിഡ് കേസിൻ്റെയാണ്, അതുപോലെ തന്നെ താഴെ കാണുന്നത് ബ്ലൂ ലൈൻ നമ്മുടെ ലിക്വിഡ് ബീസിൻ്റെയാണ്. ഇവിടെ പ്രൈസ് കൃത്യമായിട്ട് ലിക്വിഡ് കേസിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താണ്, ലിക്വിഡ് ബീസിൽ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ പ്രോഫിറ്റബിൾ അല്ല എന്നാണോ? അല്ല, അവിടെയും പ്രോഫിറ്റബിൾ ആണ്. അതെങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഡിഫറൻസ് നമ്മൾ കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഞാനിവിടെ ലിക്വിഡ് കേസ് സെറോദയുടെ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചാർട്ട് നോക്കുക. ഫെബ്രുവരിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്താണ് 2024, ഇപ്പോൾ 2025 ജൂണായി. അതുവരെ നമ്മൾ കൃത്യമായിട്ട് ഇത് മുകളിലേക്ക് പോയി 100 എന്ന പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്ത് 108 എന്ന് പറഞ്ഞ പ്രൈസിൽ വരെ എത്തി. അതായത് കൃത്യമായിട്ട് ഒരു 7-8% റിട്ടേൺ നമുക്ക് ഇയർലിയിൽ ലിക്വിഡ് കേസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന റിട്ടേൺ അത് കൃത്യമായിട്ട് NAVയുടെ കൂട്ടത്തിൽ, അതായത് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞ ETF-ൻ്റെ പ്രൈസ് അത് 100 ആണെങ്കിൽ അത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അത് ആ ഒരു പ്രൈസിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NAV ഗ്രോത്ത് ETF ആണിത്. NAV ഇതിൻ്റെ അകത്ത് ഗ്രോത്ത് കാണാൻ സാധിക്കും. സാധാരണ ഷെയറിൻ്റെ പ്രൈസ് കൂടുന്നത് പോലെ തന്നെ NAV കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ്. ബട്ട് ഇവിടെ NAV ഗ്രോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ എപ്പോഴും 1000 എന്ന പ്രൈസിൽ തന്നെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? 1000 എന്ന പ്രൈസിൽ തന്നെയാണ് അത് അവിടെ നിൽക്കുന്നത്. ഒരിക്കലും ഇത് പ്രൈസ് മാറുന്നില്ല. മറിച്ച് എന്താണ്, ഇവിടെ നമ്മുടെ കയ്യിൽ സമയം കൂടുന്നതനുസരിച്ച് നമുക്ക് ഡിവിഡൻഡ് എന്ന ഫോമിൽ നമുക്ക് ഫ്രാക്ഷണൽ യൂണിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എന്ന രീതിയിൽ നമുക്ക് ഫ്രാക്ഷണൽ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ 1000 എന്ന പ്രൈസ് ആണെങ്കിൽ 1000 എന്ന പ്രൈസ് ഫിക്സ് ആയിരിക്കും ആ ഒരു ഫണ്ടിന്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും മനസ്സിലാക്കേണ്ട കാര്യം, ലിക്വിഡ് കേസ് ആണെങ്കിലും ലിക്വിഡ് ബീസ് ആണെങ്കിലും ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്? ഇത് നിഫ്റ്റി 1 ഡേ റേറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ 2011 തൊട്ട് ആ ഒരു ഇൻഡെക്സ് കൃത്യമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. മാർക്കറ്റ് എത്ര തവണ മുകളിലേക്കും താഴോട്ടും പോയി. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? കൃത്യമായിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ നമുക്കിവിടെ കാണുന്നില്ലേ? കാരണം എന്താണ്, ഇത് ഓവർനൈറ്റ് മാർക്കറ്റ് ഇന്ത്യയിൽ ആക്റ്റീവാണ്. അപ്പം ആ ഒരു മാർക്കറ്റിലേക്കായിരിക്കും ഫണ്ട് ഇടുന്നത്. അതായത് ഇവിടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ആവശ്യമായിട്ടുള്ള പണം നമ്മൾ ലോണായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ട്രൈ പാർട്ടി റിപ്പോ ഡീലിംഗ് സിസ്റ്റം ഇതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഈ ഇൻഡെക്സിൻ്റെ കൃത്യമായ കാൽക്കുലേഷന്. അപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ലിക്വിഡ് കേസിൻ്റെയും ലിക്വിഡ് ബീസ് പോലെയുള്ള ലിക്വിഡ് ഫണ്ടുകളുടെ പ്രൈസ് കൃത്യമായിട്ട് മുകളിലേക്ക് പോകും, ഇതിന് ആനുപാതികമായിട്ട്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, NAV ബിഹേവിയർ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മൾ ലിക്വിഡ് ബീസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ NAV ഒരേ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നുമില്ല. 1999.9 അത്രയും ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ആ ഒരു പ്രൈസ് കൂടി പോകുന്നില്ല. ബട്ട് ലിക്വിഡ് കേസിൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് NAV 100, 101, 102, 103 പതുക്കെയാണ് മൂവ് ചെയ്യുള്ളൂ, പക്ഷേ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് റിട്ടേൺ ക്രെഡിറ്റ് മെത്തേഡ്, ഇവിടെ നമുക്ക് എന്താണ്, ഡിവിഡൻഡ് എന്ന രൂപത്തിൽ ലിക്വിഡ് ബേസിൽ എന്താണ്, എക്സ്ട്രാ യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇവിടെ എന്താണ്, നമുക്ക് NAV ആണ് നമുക്ക് കൂടുതൽ, NAV എത്ര കൂടുന്നോ അത്രയനുസരിച്ച് നമുക്ക് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രാക്കിംഗ്, അതായത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് എത്ര ഡിവിഡൻഡ് കിട്ടി, എത്ര ക്വാണ്ടിറ്റി കിട്ടിയെന്നൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ട്, അത്ര ട്രാൻസ്പെറൻ്റ് അല്ല. ബട്ട് ഇത് ഈസിയാണ് ലിക്വിഡ് കേസ്. അവിടെ എന്താണ്, ജസ്റ്റ് കമ്പയർ ബൈ ആൻഡ് സെൽ പ്രൈസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലിക്വിഡ് കേസ് ഇപ്പോൾ 100 മേടിച്ച് 104 പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് 4 രൂപയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയത്. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിവിഡൻഡ് ഹാൻഡ്ലിംഗ്.
ഫ്രീക്വൻ്റ്ലി നമുക്ക് സ്മോൾ ഡിവിഡൻഡ് പേ ഔട്ട്സ് ആണ് വരുന്നത്. നോ ഡിവിഡൻഡ് പേ ഔട്ട്സ്, ഇവിടെ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട്സ് വരുന്നില്ല. നമുക്ക് ഫ്രാക്ഷണൽ യൂണിറ്റ്സ്, അതായത് ഫ്രാക്ഷണൽ യൂണിറ്റ്സ് കിട്ടുന്ന എവിടെയാണ്? നമുക്ക് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ ചെറിയ ചെറിയ ഫ്രാക്ഷൻ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സമയം കൂടുന്നതനുസരിച്ച് 1000 എന്നുള്ളത് 1001, 1002, 1003, 1004 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കൂടുന്നത്. ബട്ട് നമ്മുടെ പ്രൈസ് ഇവിടെ കൂടുന്നില്ല. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് യൂണിറ്റ്സ് ഒട്ടും കൂടുന്നില്ല, സെയിം നമ്പർ തന്നെയായിരിക്കും, നമ്മുടെ NAV ആണ് കൂടുന്നത്. ഇനി ടാക്സേഷൻ, നമ്മൾ ഓരോ തവണയും നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ അകത്തുനിന്ന് ടാക്സ് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കും, അടയ്ക്കേണ്ടി വരും. ബട്ട് ഇവിടെ എന്താണ്? നമ്മൾ എപ്പോഴാണോ ഇത് വിൽക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ടാക്സ് പേ ചെയ്താൽ മതി. ഇനി ETF ട്രേഡിംഗ് വോളിയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 30 ലക്ഷം ടു 50 ലക്ഷമാണ്, ഇവിടെ 75 ലക്ഷം ടു 1 കോടി, അതായത് ഭയങ്കര ട്രേഡിംഗ് വോളിയമാണ് ഇവിടെ വരുന്നത്. കാരണം ആൾക്കാർക്ക് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. നമുക്കിവിടെ താഴെ കാണാൻ ലാസ്റ്റ് പോയിൻറ്റ് സിംപ്ലിസിറ്റി ഫോർ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ്. അത് സിംപ്ലിസിറ്റി, ലെസ് ഫ്രണ്ട്ലി. നമുക്ക് ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഫ്രണ്ട്ലി ആണ്. കാരണം കുറച്ച് യൂണിറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് ടാക്സേഷൻ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ്സ്, ചെറിയ ചെറിയ യൂണിറ്റ്സ്, ഫ്രാക്ഷണൽ യൂണിറ്റ് കടന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകാതെ അത് നമുക്ക് വിൽക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താണ്? നമ്മൾ ലിക്വിഡ് കേസിലാണ് വരുന്നതെങ്കിൽ എന്താണ്? റീറ്റെയിലർ ഫ്രണ്ട്ലി ആണ്, സിമ്പിൾ ക്ലീൻ സ്ട്രക്ചർ. അത് സിമ്പിളാണ്. നോർമലായിട്ട് വൺ ഡേ റേറ്റ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ലിക്വിഡ് കേസിൻ്റെയും പ്രൈസ് കൂടിപ്പോവും. എത്രയിനാണോ വാങ്ങിയത് അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അത്രയും പ്രോഫിറ്റ് കിട്ടും. വളരെ സിമ്പിളായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഡിവിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് പോലെ തന്നെ സെയിം ആയിട്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മളിതിൻ്റെ കമ്പാരിസൺ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് സെയിം ഇൻഡെക്സിൻ്റെ മുകളിലാണ് ഈ രണ്ട് ലിക്വിഡ് ETF-കളും നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രണ്ടിൻ്റെ റിട്ടേൺ സെയിം ആയിരിക്കണം. ബട്ട് ഇവിടെ എന്താണ്? 3 മാസത്തിൽ 1.42, ബട്ട് ലിക്വിഡ് ബീസിലാണെങ്കിൽ 1.3. അവിടെ ലിക്വിഡ് ബീസിൽ കുറവാണ്. 6 മാസത്തിൽ 3%, 2.7. ഇവിടെ റിട്ടേൺ കുറവാണ്. 1 ഇയറിൽ 6.2, ഇവിടെ 5.7. അപ്പം നമുക്ക് 6.2-ൽ നിന്ന് 5.7 കുറഞ്ഞു പോയി ലിക്വിഡ് ബീസിൽ. അപ്പോൾ അതെന്താണ് കാരണം? ഇവിടെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അതായത് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്ക് ഒരു എക്സ്പെൻസ് റേഷ്യോ കൊടുക്കണം. അപ്പോൾ അവിടെ ഫ്രാക്ഷണൽ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് കൃത്യമായിട്ടുള്ള കുറച്ചും കൂടെ കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇച്ചിരി കൂടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ് നിപ്പോൺ ഇന്ത്യ യുടെ ഈ ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞ ETF-ന്. ബട്ട് നമുക്ക് ലിക്വിഡ് കേസിൽ എന്താണ്? ചെറിയ എക്സ്പെൻസ് റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ലിക്വിഡ് കേസ് നല്ലതാണ് ലിക്വിഡ് ബീസിനെ വെച്ച് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇനി ഇത് എവിടെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമുക്കൊരു ഇറ്റ് ഈസ് ബിൽറ്റ് ഫോർ സ്റ്റെബിലിറ്റി. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു FD പോലെയുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് ഇത് സ്റ്റെബിലിറ്റിയോട് കൂടിയാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ലിക്വിഡ് കേസ് ഈസ് ഡിസൈൻഡ് ഫോർ ഡെയിലി സ്റ്റേബിൾ ആൻഡ് ടാക്സ് എഫിഷ്യൻറ്റ് റിട്ടേൺ. ഇത് ഡെയിലിയാണ് ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടാക്സ് എഫിഷ്യൻറ്റ് റിട്ടേൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സേവിങ്സ് അക്കൗണ്ട്, അതായത് നമുക്ക് ഒരു FD ഒക്കെ ഇടുന്നതിന് സ്മാർട്ട് ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് നമ്മുടെ ലിക്വിഡ് കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഓപ്സ് ഗീവ്സ് 2.5 to 3% ഇൻട്രസ്റ്റ് ഇൻ സേവിങ്സ് അക്കൗണ്ട്. നമുക്കറിയാം സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 2.5%, 3% ഒക്കെയാണ് നോർമലായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ലിക്വിഡ് കേസിലാണ് ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ FDയുടെ അടുത്ത് റിട്ടേൺ കിട്ടുന്നുണ്ട്, കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെ ഈ ലിക്വിഡ് കേസ് യൂട്ടിലൈസ് ചെയ്യാം, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ നോക്കി മാർക്കറ്റിലൊരു കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് SIP നമുക്ക് പൗസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മാസവും അടുത്ത മാസവും പിന്നത്തെ മാസവും മാർക്കറ്റിലൊരു കറക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു SIP എമൗണ്ട് നമുക്ക് മാറ്റി വെച്ച് അത് നമുക്ക് ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞ ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് 6 അല്ലെങ്കിൽ 7% FDയിൽ കിട്ടുന്ന റിട്ടേൺ ആ ഒരു SIP എമൗണ്ടിൽ നിന്ന് കിട്ടും താനും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ അത് മാർക്കറ്റിലേക്ക് ഉപയോഗിക്കേണ്ട ആ സമയത്ത് ആ ലിക്വിഡ് ETF വിറ്റ് ആ ഒരു പൈസ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ബെസ്റ്റ് പോയിൻ്റാണ്. SIP ചെയ്യുന്നവരെ നമുക്ക് ഈ ഒരു ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞ ETF യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു
നമുക്കൊരു അഡ്വാൻസ് ലെവലിൽ നമുക്ക് SIP ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഒരിക്കലും FDയിൽ ഇട്ട് വെക്കാൻ പറ്റില്ല. കാരണം എമർജൻസി ഉള്ള ഫണ്ട് നമ്മൾ FDയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ആ FD പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് 7% റിട്ടേൺ എന്നുള്ളത് കുറഞ്ഞു പോകും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ഈ ലിക്വിഡ് കേസിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള റെഗുലർ ഇൻകം കിട്ടും താനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഫ്ലെക്സിബിളാണ്. നമുക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ വിൽക്കണമെങ്കിൽ ആ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് FDയുടെ അത്ര റിട്ടേണും കിട്ടും, FDയുടെ ആനുപാതികമായിട്ടുള്ള റിട്ടേണും കിട്ടും 3 മന്ത്. അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ അന്ന് എക്സിറ്റ് ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ റിട്ടേണോട് കൂടി പീസ് ഓഫ് മൈൻഡോട് കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും മെത്തേഡ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു SIP ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും, അപ്പം സ്വിംഗ് ട്രേഡിങ്ങിന് മാർക്കറ്റ് ഈ ഒരു ടൈമിൽ ഓപ്പർച്യൂണിറ്റി തരുന്നില്ലെങ്കിൽ ആ ഒരു ഫണ്ട് നമുക്ക് ലിക്വിഡ് കേസ് പോലെയുള്ള ETFയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം എപ്പോഴാണോ മാർക്കറ്റ് പോസിറ്റീവ് ആകുന്നത് ആ സമയത്ത് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഏറ്റവും നല്ലൊരു ETF ആണ്. പേഴ്സണലി ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ETF ആണ് ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞാൽ സെറോദയുടെ ഈ ഒരു ETF. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, താങ്ക് യു.